ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ഒരു സ്വീറ്റ് സ്നാക്കാണ് കേട്ടോ. പഴം ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതേ ഉള്ളത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പുഴുങ്ങിയെടുക്കണം. അത്യാവശ്യം നല്ല പഴുത്ത പഴം എടുക്കുന്നതായിരിക്കട്ടെ നല്ലത്. ഇനി പഴം ഒന്ന് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ പഴം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയും നാരെല്ലാം ഒന്ന് കളഞ്ഞ് ഒന്ന് നല്ലപോലെ ഉടച്ചെടുക്കുക. പഴം ഇത് നല്ലപോലെ ഉടച്ചു വെച്ചിട്ടുണ്ട്. അടുത്തതായി ഒരു 12 ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അധികം മധുരമില്ലാത്ത ബിസ്ക്കറ്റാണ് കേട്ടോ ഇത്. ഇനി ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കണം. ഇനി ഇതൊരു പാത്രത്തിലാക്കിയിട്ട് മാറ്റി വെക്കാം. അടുത്തതായി ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യിന് പകരം ഓയിലായാലും മതി. ഇനി ഇതിലേക്ക് ചെറുതായി ക്രഷ് ചെയ്ത കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അണ്ടിപ്പരിപ്പ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അണ്ടിപ്പരിപ്പ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അടുത്തതായി ഇതിലേക്ക് ചേർക്കേണ്ടത് 1 കപ്പ് തേങ്ങയാണ്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. തേങ്ങ നല്ലവണ്ണം മൊരിഞ്ഞു പോകരുത് കേട്ടോ. ചെറിയ തീയിൽ വറുത്തെടുത്താൽ മതി. അടുത്തതായി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി വേണ്ടത് ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് പഞ്ചസാര ഒന്ന് ചെറുതായി മെൽറ്റായി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പഴം മധുരം കുറവാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര കുറച്ചുകൂടി കൂടുതൽ ചേർക്കാം. ഇനി പഞ്ചസാര ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമ്മൾ ഉടച്ചു വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി എല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ആക്കി എടുത്താൽ ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ബിസ്ക്കറ്റിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. ഇതെല്ലാം ഒന്ന് മിക്സായി വന്നിട്ട് പാത്രത്തിൽ നിന്നൊക്കെ ഒരു വിട്ടു വരുന്ന ഒരു പരുവായാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്വയർ ഷേപ്പിലുള്ള ഓയിൽ ഗ്രീസ് ചെയ്തിട്ടുള്ള ഒരു ട്രേയിലേക്ക് മാറ്റുക. ഈ ചൂടോടെ തന്നെ ഈ ട്രേയിലേക്ക് മാറ്റിയിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതൊരു ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ വാക്കുകളെല്ലാം ഒന്ന് ഇതുപോലെ ശരിയാക്കി കൊടുക്കാം. ഇപ്പോൾ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായി നമുക്ക് വേണ്ടത് കുറച്ച് ബിസ്ക്കറ്റ് പൗഡറാണ്. നമ്മൾ ബനാന മിക്സ് ഉണ്ടാക്കുമ്പോൾ ചേർത്ത് അതുപോലത്തെ ബിസ്ക്കറ്റിന് പൊടിച്ചു വെച്ചതാണിത്. ഇനി ഓരോ പീസുകളും നമുക്ക് ഈ ബിസ്ക്കറ്റ് പൗഡറിലൊന്ന് കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഇതുപോലെ ബിസ്ക്കറ്റ് പൗഡറിൽ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഒരു മുട്ടയാണ്. ഈ മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്ന് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. അതൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബനാന പീസുകൾ ഓരോന്നായിട്ട് എഗ് മിക്സിൽ ഒന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്ന് നല്ലപോലെ കവർ ചെയ്തെടുക്കുക. ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. രണ്ട് സൈഡും ലൈറ്റ് ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റാം. ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം.